ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് കുമളിയിലാണ്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ കുമളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റൂം എടുത്ത് താമസിച്ച് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത്. നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂരേക്കാണ്. പക്ഷെ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ്. നേരത്തെ നമുക്ക് തഞ്ചാവൂർ പോകുന്ന ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡേറ്റ് ഒന്നും കൺഫേം ആയിരുന്നില്ല. അത് മാത്രമല്ല, അത്രയും ദൂരം ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം 400-500 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അത് ബൈക്കിൽ കവർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ജസ്റ്റ് ഒറ്റ മൈൻഡിൽ നിന്ന് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. കുമളിയിൽ നിന്ന് ഇപ്പോൾ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പം നമുക്ക് നേരെ പോകാനുള്ള ഡിൻഡുകളാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ടാർഗറ്റ്. ഈ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വലിയ ചടങ്ങാണ്. കാരണം നമ്മൾ ഒരു 2-3 ദിവസത്തേക്കുള്ള കാര്യമുണ്ട്. അത്രയും ലഗേജസ് ഉണ്ട്, അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് റൈഡിൻ്റെ ഇടയിൽ ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കെട്ടി വെക്കാൻ കുറച്ച് ടൈം എടുക്കും. കുമളിയിൽ തന്നെ സമ്മർ കോട്ടേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം തന്നെയാണ്. നമ്മൾ കുമളിയിൽ എപ്പോഴും വരുമ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കാറ്. ഈ പുല്ലുമേട് അയ്യപ്പൻ കോയിൽ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെയുള്ള കോടയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഇനി ഈ ലഗേജൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഇപ്പോൾ ഇറങ്ങണം. ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. ഇതിൽ ഞാൻ 2 മൗണ്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടോപ്പിലും ഒന്ന് ഓൾറെഡി നേരത്തെ ഉള്ള താഴെയുള്ളതും. ടോപ്പിലിപ്പം പുതിയ സെറ്റ് ചെയ്തതാണ്. കാരണം എപ്പോഴും നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഈ താഴെയുള്ള കാഴ്ചകൾ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുമളിയിൽ നേരെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ബോർഡറിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും ഒറ്റ സ്ട്രെച്ചിന് തഞ്ചാവൂരേക്ക് നമുക്ക് പോകാൻ പ്ലാനില്ല. കാരണം ഒറ്റ സ്ട്രെച്ചിന് പോയാൽ എന്തായാലും നമുക്കത് റൈഡ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ മടുക്കും. അപ്പം തഞ്ചാവൂർ പോകുന്നതിന് മുന്നേ ഉള്ള ഓരോ സ്ഥലങ്ങളും കവർ ചെയ്ത് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പ്ലാൻ ഉള്ളത്. തഞ്ചാവൂർ പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം, ഞാൻ പറഞ്ഞില്ല, മെയിൻ ഡെസ്റ്റിനേഷൻ ഡിൻഡുകളാണ് മെയിൻ ഡെസ്റ്റിനേഷൻ. അവിടെ എന്തായാലും കുറേ സമയം നമ്മൾ ചിലവഴിക്കും. കാരണം അവിടെ നമുക്ക് ഡിൻഡുകൾ ഫോർട്ട് കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഡിൻഡുകൾ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തഞ്ചാവൂരേക്ക് പോകുന്നത്. പിന്നെയുള്ള കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഡിൻഡുകൾ എത്തുന്നതിന് മുമ്പേ നല്ലൊരു കിടിലം വെള്ളച്ചാട്ടമല്ല, ഒരു വെള്ളച്ചാട്ടം പോലുള്ളൊരു സൂപ്പർ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമളി കമ്പം റോഡാണ്. ഈ കുമളിയിൽ നിന്ന് നേരെ താഴെ ഇറങ്ങുമ്പോൾ ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ വഴിയാണ് ഈ കമ്പം എത്തുന്നത്. ഞാൻ ഇതുവഴി നേരത്തെയും ബൈക്ക് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമ്പം വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റ 360യുടെ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ലാസ്റ്റ് റൈഡ് നല്ല രീതിയിൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക് ഓണാകുമ്പോൾ ഓഫാകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നം ഇത് കാണുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഴപ്പം ഒഴിവായി കിട്ടി. ഈ റോഡിൽ നിന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഇറങ്ങിയ സമയം ഏകദേശം 6 മണിയായിരുന്നു. ഇതിലൊന്നും നേരത്തെ ആയിരുന്നു ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് അത്രയും റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും. മാക്സിമം റെസ്റ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മടുപ്പായിരിക്കും യാത്രകൾ. കാരണം രാവിലത്തെ പോലെയല്ല പിന്നീടുള്ള കാഴ്ചകൾ. ഉച്ചയാകുമ്പോൾ നല്ല വെയിലുണ്ടാവും. കേരളത്തിലെ പോലെയല്ല കാലാവസ്ഥ. അതുമാത്രമല്ല, കുറച്ചൊന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീടൊരു മരുഭൂമി പോലുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഉച്ചയ്ക്ക് എത്തുമ്പോഴുള്ള കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസം. കുമളി വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പിൽ നോക്കിയായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ ഇറങ്ങാനുള്ള പ്ലാൻ ഇല്ല, അതിനുള്ള സമയമില്ല. അപ്പം ഇനി മെല്ലെ ഇവിടുന്ന് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ മെല്ലെ വിട്ടു. അപ്പോഴാണ് ഒരു പെൻ സ്റ്റോക്ക് വൈപ്പൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലം കണ്ടത്. ഇതിൻ്റെ ലെഫ്റ്റ് കാണുന്ന സ്ഥലമാണ് ഈ രാമക്കൽമേട്. അതേപോലെ നമ്മളിപ്പം തേനി വഴി മൂന്നാറേക്ക് പോകുന്ന ഒരു റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ കാണുന്ന മലനിരകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോഴാ നേരെ
കുറച്ച് ദൂരെ കാണുന്നതാണ് കമ്പംമേട്, പിന്നെയുള്ള രാമക്കൽമേട്, അതുപോലെ തൂക്കുവാലം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് മെല്ലെ ഞങ്ങൾ കമ്പത്തേക്ക് വിടാൻ തുടങ്ങി. ഇനിയിപ്പോൾ അധിക ദൂരമില്ല, നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങിയാൽ തന്നെ കമ്പത്തെത്തും. 3 ദിവസം കൊണ്ട് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം ഇത് നമ്മൾക്ക് പില്യൺ കൂടെ ഉണ്ട്. അതുമാത്രമല്ല നല്ല ചൂടാണ്. കേരളത്തിലെ കാലാവസ്ഥയല്ല, തമിഴ്നാട് എത്തിയിട്ട് ആ ഏരിയയിലൊക്കെ നല്ല ചൂടാണ്. പ്രത്യേകിച്ച് അവിടെ മഴയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പം എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. വേറൊരു ചാലഞ്ച് വരാൻ വരുന്നത് കാറ്റാണ്. നല്ല കാറ്റുണ്ടാവും. ആ കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ എന്തായാലും റൈഡ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ഏരിയയിലും ഇല്ല എന്നാണ് ഞാൻ കേട്ടത്, പക്ഷേ ചില ഏരിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഏകദേശം മാക്സിമം ഒരു 50-60 ആ സ്പീഡിലൊക്കെ അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. അങ്ങനെ കുറേ ചാലഞ്ചസ് ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയൊരു അമ്പലം കണ്ടു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഒന്ന് ഇറങ്ങിയത്. എന്തായാലും അത്രയും ദൂരം പോകുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ ലോവർ ക്യാമ്പിലെത്തി. ഈ ലോവർ ക്യാമ്പ് എന്ന് പറയുന്നത് കമ്പം എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലമാണ്. അതായത് കുമിളിയിൽ നിന്ന് നമ്മൾ മല ഇറങ്ങി കഴിഞ്ഞ് താഴെ എത്തുന്നതാണ് ഈ ലോവർ ക്യാമ്പ്. അങ്ങനെ താഴെ എത്തുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഒരാൾ നെൽകൃഷിക്ക് മരുന്നടിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ തന്നെ പെരിയാർ നാഷണൽ പാർക്കിൻ്റെ മലനിരകളുണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്ത് തന്നെ മലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലെ തന്നെ വെതറും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ മഴയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല പച്ചപ്പാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ മെല്ലെ മുന്നോട്ട് പോയി. ഇവിടെ 80 മാക്സിമം സ്പീഡ് കാണുന്നത്, സ്പീഡ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ കാറ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഒരു 80 വെച്ച് പിടിക്കാൻ പറ്റും. 80-90. ഈ കാണുന്നതാണ് നമ്മളിപ്പം വന്ന വഴി. ഈ മല ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ കേരളവും, ഇപ്പം താഴെ ഇറങ്ങി നമ്മൾ തമിഴ്നാട് ലോവർ ബേസ് ക്യാമ്പിലെത്തി. ഈ ഒരു സ്ഥലം എന്തായാലും എനിക്ക് തമിഴ്നാടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, കേരളമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താ അറിയില്ല, കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ആ ക്യാമറയുടെ ലൊക്കേഷൻ ഒന്ന് മാറ്റാൻ വിചാരിച്ചു. നേരത്തെ നമ്മൾ താഴെയല്ല വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ വ്യൂ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. ഈ വ്യൂ ആകുമ്പോൾ നമുക്ക് റോഡിലൂടെ കുറച്ചുകൂടെ അധികം കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അത് ലോറി അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ലോറിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ട്രാക്ടറായിരുന്നു. അത് ഇത്രയും വലിയ മരങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകും. ഈ തമിഴ്നാട്ടിലുള്ള ബൈക്കുകാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് ഹെൽമെറ്റിൻ്റെ കാര്യം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ മെയിനായിട്ട് പറയാൻ വിചാരിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, അവരെപ്പോഴും ആ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വണ്ടി എടുത്ത് പോകുന്നത്. അതായത് ഈ ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനുള്ള വഴിയില്ല, അപ്പോൾ അതിലൂടെയാണ് അവർ എപ്പോഴും ബൈക്ക് എടുത്തിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു വലിയ വണ്ടികളൊക്കെ പേടിച്ചു കൊണ്ടായിരിക്കാം, കാരണം അവർ അത്ര സ്പീഡിലും പോകുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഈ റോഡിൽ അത്യാവശ്യം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ യെല്ലോ ലൈനാണ്. ഈ യെല്ലോ ലൈൻ കിടക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ നല്ല ഹമ്പുള്ള ലൈനാണ്. അപ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് നമുക്ക്. കാരണം ആ യെല്ലോ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ എന്തായാലും പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു റോഡ് സിഗ്നലാണത്. നമ്മളിപ്പോൾ മെല്ലെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് ഹമ്പിൻ്റെ ഒരു കുലുക്കം ഉണ്ടാവും. പ്രത്യേകിച്ച് പില്ലിനുള്ള ആൾക്കാർക്കും ആ ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ ഒന്ന് മാറി. കാരണം ഇതിനു മുന്നേ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മഴയ്ക്കുള്ള ചാൻസൊക്കെ ഉണ്ട്. വേറൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 2 സൈഡും നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം, കൃഷി സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് എനിക്കിപ്പോൾ 2 ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അധികവും തരിശ് ഭൂമിയാണ്. ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കേരളത്തിനോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ചുകൂടി വെള്ളവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് അത് ഉണ്ടാവണമെന്നില്ല. ഈ യാത്രകൾ പോകുമ്പോൾ
ചിലർക്ക് ഈ ഡെസ്റ്റിനേഷൻ കാണാനായിരിക്കും കൂടുതൽ താല്പര്യം. ഈ മറ്റു ചിലർക്ക് ഈ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളും അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കും താല്പര്യം. നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്? എനിക്കാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ പോകാനാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ പില്ലിയാണ്, അതായത് എൻ്റെ വൈഫിന് ഈ ഡെസ്റ്റിനേഷനാണ് കൂടുതൽ താല്പര്യം. അതായത് പോകുന്ന വഴിയുള്ള സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ അതിൽ കൂടുതൽ ഇഷ്ടം ഡെസ്റ്റിനേഷൻ കാണാനാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ നേരെ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചാൽ അതായിരിക്കും അത്രയും താല്പര്യം, ഈ ബൈക്കിൽ ഇത്രയും റൈഡ് ചെയ്ത് പോകുന്നതിനേക്കാൾ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ചിന്നമന്നൂർ ഭാഗത്തെത്തി. ഇപ്പോൾ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഏരിയയിലൊക്കെ കെട്ടിടങ്ങളൊക്കെ വെരി റെയർ കാഴ്ച. അപ്പോൾ ഇനി നമുക്ക് പെട്രോൾ അടിക്കാണ്ട്, പെട്രോൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇനി അടുത്ത പെട്രോൾ പമ്പ് നോക്കിയിട്ട് പെട്രോൾ അടിക്കണം. ഞാനിപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ. അപ്പോൾ അവിടെ കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്രോൾ പമ്പ് എത്തി. ഇനി നമുക്ക് പെട്രോൾ ഒന്ന് ഫുൾ അടിക്കണം, എന്നിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞ ദോശയാണ്, ഇവള് പറഞ്ഞ ഇഡ്ഡലി. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ചമ്മന്തിയും കൊള്ളാം, ഇവരെ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ്. ദോശയാകാൻ വേണ്ടി കുറച്ച് സമയം എടുത്തായിരുന്നു. ഇഡ്ഡലി പെട്ടെന്ന് നമ്മൾ കിട്ടി. വലിയ ദോശയാണ്, അപ്പോൾ ഞാനൊരു ദോശ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 ചമ്മന്തി ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഏരിയയിലാണ് അപ്പോൾ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പോൾ ഒരു ചായ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവരെ ചായ നല്ല ടേസ്റ്റ് കേട്ടോ. ചായയിൽ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ മധുരം കുറച്ച് കൂടുതലാണ് ഇവരെ ചായയിലൊക്കെ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയണം മധുരം കുറച്ചിട്ടാൽ മതിയെന്ന്. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചിന്നമന്നൂർ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് കുറച്ച് ഉഷാറ് കിട്ടി. ഇനി നമുക്ക് പോകേണ്ടത് വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റിവർ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാം, അങ്ങനെയാണ് മാപ്പിലുള്ളത്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ പോലുള്ള. അപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണെന്ന് വിചാരിക്കും. ഞങ്ങളങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ കണ്ടോ റോഡ് 4 ലൈനായി, നേരത്തെ 2 ലൈനായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമാധാനത്തോടെ ഓടിക്കാം. പക്ഷേ 4 ലൈൻ അവിടെ മാത്രമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പിന്നെയും 2 ലൈനായിട്ട് മാറി. പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും കാഴ്ചകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നല്ല പച്ചപ്പ് പോലെ തന്നെ നേരത്തെ ഉണ്ടായ അതേപോലെ നല്ല പച്ചപ്പുള്ള കാടുകളാണ് 2 സൈഡുള്ളത്. അതിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് നമുക്ക് മലകളും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളിപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലനിരകളാണ് പാമ്പാട് ഷോല നാഷണൽ പാർക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ടൗണൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് ആ റിവർ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ റിവർ വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ എത്തി. എനിക്ക് മുന്നോട്ട് നമുക്ക് വണ്ടി എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ പാർക്ക് ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ ഇപ്പം കുറച്ച് വെള്ളം കൂടുതലാണ്, അപ്പം നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല. പക്ഷെ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കുറേ പേര് ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അത് ചിലപ്പോൾ വെള്ളം കുറവായ സമയത്തായിരിക്കും. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ വേറെയും കുറേ പേരുണ്ട്.
പക്ഷെ അവരൊക്കെ താഴെയാണുള്ളത് റൈറ്റ് സൈഡ്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറി. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൊടൈക്കനാലിൻ്റെ മലയും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടുന്ന് കൊടൈക്കനാലിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ടുള്ള റോഡ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് തേനി എത്തി. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാറിലോട്ട് പോകണമെങ്കിൽ തേനിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ മതി. നമുക്കെന്തായാലും ഇപ്പം മൂന്നാർ പോകേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ മൂന്നാർ വഴിയായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ ഒരു ചെറിയൊരു കേരള ടച്ചൊക്കെ വരാൻ തുടങ്ങി, തെങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ വണ്ടികളുടെ കാര്യത്തിൽ തമിഴ്നാട് ടച്ച് തന്നെയാണ്, കണ്ടാൽ മനസ്സിലാവും. ഹെൽമെറ്റ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, വർക്കിന് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഇതേപോലെ ചെറിയ ടെമ്പോയിലൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മളതിന് ഡിൻഡുഗൽ എത്തുന്നവരെ നമുക്ക് അധികം പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാഴ്ചകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തി. സെവുഗാംപട്ടി ടോൾ പ്ലാസ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഡിൻഡുഗൽ എത്തുന്നവരെ നല്ല കാഴ്ചകളാണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മലകളാണ്. ഡിൻഡുഗൽ എത്തുന്നവരെ ലെഫ്റ്റ് സൈഡിൽ വലിയ മലകളും കാര്യങ്ങളൊക്കെയാണ്, കാരണം ഈ കൊടൈക്കനാലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ എന്തായാലും വലിയ ചൂടുണ്ടാവില്ല, ചെറിയ കാറ്റുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടാണ്. നേരത്തെ ഉണ്ടായ പച്ചപ്പിൻ്റെ ഒരു അംശങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. അതായത് കുറച്ച് വരണ്ട സ്ഥലങ്ങൾ വരാൻ തുടങ്ങി. അതിന് കാരണം നമ്മൾ നേരത്തെ കേരളത്തിനോട് അടുത്തായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ദൂരെ ആവാൻ തുടങ്ങി. അപ്പോൾ മലകളൊക്കെ കുറഞ്ഞു തുടങ്ങി, പച്ചപ്പ് കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്തോറും ഈ വരണ്ട കാലാവസ്ഥയായിരിക്കും. നമ്മൾ ഈ ഹൈവേയിലോട്ട് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സ്പീഡ് 80 to 100 ആണ്. ഈ 80 to 100 വെച്ച് പിടിച്ചാൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു റെസ്റ്റ് എടുക്കാനുള്ളൊരു നമുക്കൊരു സ്പേസും കിട്ടുള്ളൂ. ഈ ട്രിപ്പ് ഒരു ചാലഞ്ചിങ് ട്രിപ്പാണെന്ന് തന്നെ പറയാം. കാരണം ഇതൊരു ഗ്രൂപ്പ് ട്രിപ്പല്ല. ഗ്രൂപ്പ് ആകുമ്പോൾ അതിൻ്റെ കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പ് ട്രിപ്പായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ പറയാം. ഇപ്പം ഗ്രൂപ്പ് ട്രിപ്പും അതായത് പിന്നെ ഒരു 2 പേര് പോകുന്ന ട്രിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മളിപ്പം ഗ്രൂപ്പ് ട്രിപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി സേഫാണ്. അതായത് നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിപ്പം റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്കംഫർട്ട് നമ്മൾ അറിയില്ല. നമ്മൾ കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര ട്രാവൽ ചെയ്താലും ഇത്ര ദൂരം ട്രാവൽ ചെയ്തെന്നുള്ളൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സോളോ റൈഡ് അതേപോലെ 2 പേര് പോകുന്ന റൈഡൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് പെട്ടെന്ന് ടയേർഡാകും. നമ്മൾ കൂടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ മുന്നോട്ട് നോക്കിയിട്ടാണ് റൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് ബോറടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പ് ട്രിപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 1-2 പേര് പോകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോഴാണെങ്കിലും പോകാൻ പറ്റും. അതായത് നമ്മളിപ്പം ഒരു ഫുഡ് കഴിക്കാനോ അതോ നമ്മൾക്ക് ഈ ലൊക്കേഷനിൽ പോകണം, ഈ ലൊക്കേഷനിൽ പോകണം, നമുക്ക് അവിടെ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണം പോകാൻ പറ്റും. പക്ഷേ ഒരു ഗ്രൂപ്പ് റൈഡാണെങ്കിൽ ഇപ്പം ഗ്രൂപ്പിലെ ഏറ്റവും ലീഡറായിട്ടുള്ള ആൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. അതായത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അവിടെയും ഇവിടെയും പോകാൻ പറ്റില്ല എന്നർത്ഥം. അതായത് എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എനിക്ക് 2 റൈഡും ഇഷ്ടമാണ്. അതാണ് ഞാൻ 2 റൈഡിലും പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഡിൻഡുഗലിനടുത്ത് എത്തി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഡിൻഡുഗൽ സിറ്റിയിലെത്തും. അങ്ങനെ ഞങ്ങൾ ഡിൻഡുഗൽ സിറ്റിയിലെത്തി. അപ്പോൾ സിറ്റിയിലെത്തിയപ്പോൾ തന്നെ മുഴുവൻ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് എടുത്താൽ നമ്മൾ ആ പറഞ്ഞ ഫോർട്ടില്ലേ, ഡിൻഡുഗൽ ഫോർട്ട്, അങ്ങോട്ടേക്ക് പോകേണ്ടി പറ്റും. ഈ ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഈ ലെഫ്റ്റിന് നേരെ നമ്മൾ ഡിൻഡുഗൽ ഫോർട്ടിലേക്ക് പോവാം.
ഇവിടെയൊക്കെ എത്തിയപ്പോഴാണ് ഒരു പക്ക തമിഴ്നാട് ടച്ച് വന്നത്. ആൾക്കാരൊക്കെ വീടിന് മുന്നിൽ കോലം വരച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഇടവഴികൾ, അതിൻ്റെ ഇടയിൽ വീട് കാര്യങ്ങൾ, ഒരു പക്ക തമിഴ്നാട് ടച്ച് തന്നെ. അങ്ങനെ നമ്മൾ ഡിണ്ടുഗൽ ഫോർട്ടിൻ്റെ അടുത്തെത്തി. ആ നേരെ കാണുന്ന ഡിണ്ടുഗൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നടന്നിട്ട് വേണം അതിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രൻസിൻ്റെ അടുത്ത് പോയി നോക്കാം. ഇവിടെ ആയിരുന്നു മാപ്പിൽ എൻട്രൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആണ്. പിന്നെ വേറെ വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ചുറ്റി ഒന്ന് പോയി നോക്കാം വേറെ വഴിയുണ്ടോ. ഈ ഡിണ്ടുഗൽ ഫോർട്ടിന് കുറേ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. ഈ ഡിണ്ടുഗൽ ഫോർട്ടിൻ്റെ 3 ഭാഗത്തും 3 മതത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, ഒരു ഭാഗത്ത് മുസ്ലിംസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഹിന്ദുസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡിണ്ടുഗൽ ഫോർട്ട് ഒരു ഫോർട്ട് മാത്രമല്ല, ഇത് ഈ ഫോർട്ട് ആവുന്നതിന് മുന്നേ ഒരു അമ്പലമായിരുന്നു ഏറ്റവും ടോപ്പിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ആ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാനാണ് പണി. നമ്മളിപ്പോൾ ഏകദേശം പകുതിയോടെ നമ്മൾ ചുറ്റി വന്നു. ഇതുവരെ നമുക്കിതിൻ്റെ എൻട്രൻസ് ഇവിടെ കിട്ടിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എൻട്രൻസ് ഇതിൻ്റെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഡിണ്ടുഗൽ ഫോർട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്ക് ഇത്രയും കയറാനുണ്ട് മുകളിലേക്ക്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി. കാരണം ഇത് ഇത്രയും നടന്ന് മുകളിലെത്തുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കിതക്കാൻ തുടങ്ങി. ഇതിൻ്റെ സ്റ്റെപ്സ് വലിയ സ്റ്റെപ്സ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കയറേണ്ടി വരും. ഇപ്പോൾ ചെറിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ. ഇപ്പം വലിയ സ്റ്റെപ്പാണെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം മുകളിലെത്തും. നമ്മൾ ഈ ഫോർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പകുതിയോളം കയറി. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെയും കയറുക, പിന്നെയും കുറച്ച് റെസ്റ്റ് എടുക്കുക, അങ്ങനെ. അങ്ങനെ ഞങ്ങൾ ഫോർട്ടിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. നമ്മളിവിടെ എന്തായാലും കുറച്ചൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇതിലൂടെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ രാജാക്കന്മാർ റെസ്റ്റ് എടുത്തിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തൊട്ടടുത്ത് വേറൊരു സ്ഥലം കൂടിയുണ്ട്. അത് കുറച്ചുകൂടെ താഴോട്ടാണ്. അവിടെയാണ് ഈ ജയിലൊക്കെ ഉള്ളത്. കാരണം ഈ ജയിലിലൊക്കെ അധികം ലേറ്റ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ കുറച്ചൊന്ന് മുകളിലെത്തിയപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ മരമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ പടയാളികളൊക്കെ യുദ്ധത്തിന് വേണ്ടി പീരങ്കിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഇനി നമുക്ക് പിന്നെയും നടക്കാനുണ്ട്. ഇവിടുന്ന് ഇനി ഇത്രയും കയറിയിട്ട് വേണം നമുക്ക് ആ ഫോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്.
അപ്പോൾ അവൾക്ക് അത്രയും കയറാൻ പറ്റാത്തതുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയായിരുന്നു ഈ രാജാക്കന്മാരൊക്കെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം. ഈ വെള്ളം അങ്ങനെ വറ്റില്ല. ഇനി ഇവിടുന്ന് ഇത്രയും കയറിയിട്ട് വേണം നമുക്ക് ആ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്നതിന് മുന്നേ ഒരു അച്ഛനും ഒരു മോനും ആ ഫോർട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെയായിരുന്നു ഈ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമായിരുന്നു ആദ്യം ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഉണ്ടായതിന് ശേഷം ഇവിടെ ടിപ്പു സുൽത്താൻ വന്നു. ഈ ഡിണ്ടുഗൽ ഫോർട്ട് ആദ്യമായിട്ട് ബിൽഡ് ചെയ്തത് മുത്തുകൃഷ്ണ നായക് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ അതിന് ശേഷം ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദർ അലിയും ഇവിടെ വന്നു. അപ്പോൾ അവരാണ് പിന്നീട് ഇത് കൈയടക്കിയത്. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ഫാദറിൻ്റെ മരണത്തിന് ശേഷം ടിപ്പു സുൽത്താൻ ഇത് കൈയടക്കി. അപ്പോൾ ടിപ്പു സുൽത്താന് കുറച്ചുകൂടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെ എല്ലാ മതവിഭാഗത്തിൻ്റെ ആൾക്കാരെയും ചേർത്ത് നിർത്തിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെയുള്ള ഒരു ഡിഫെൻസീവ് പ്ലാൻ ആയിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഡിണ്ടുഗൽ ഫോർട്ട് ഏറ്റെടുത്തത്. അപ്പം ബ്രിട്ടീഷുകാർക്കൊരു പ്രത്യേക പ്ലാൻ തന്നെ ഇതിലുണ്ടായിരുന്നു. കാരണം ഈ ഡിണ്ടുഗൽ ഫോർട്ട് ഈ ഡിണ്ടുഗലിൻ്റെ ഏറ്റവും സെൻട്രലിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു, ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അവർ വേറൊരു പ്ലാൻ എന്താ വെച്ചാൽ, ഈ ഡിണ്ടുഗൽ ഫോർട്ടിൽ നിന്ന് ചുറ്റും നോക്കിയാൽ ഡിണ്ടുഗൽ സിറ്റി മൊത്തം അവർക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു അറ്റാക്ക് ഉണ്ടായാലും എന്ത് കാര്യം ഉണ്ടായാലും അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടും. ഉണ്ടല്ലേ, ഈ ഡിണ്ടുഗൽ സിറ്റി മൊത്തം ഇവിടെ നമുക്ക് വേണ്ടി കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവർ മാറ്റിയിട്ട് ഈ ഡിണ്ടുഗലിൽ തന്നെയുള്ള വേറൊരു ക്ഷേത്രത്തിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അമ്പലം ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ മെല്ലെ താഴോട്ട് ഇറങ്ങി. കാരണം എന്നെ കാത്ത് ഒരാളവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പം കുറച്ച് ലേറ്റായി. ഇതാണ് ആ നേരത്തെ പറഞ്ഞ അവർക്ക് ആവശ്യമുള്ള വെള്ളങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത ശേഷം ഈ കുറ്റവാളികളൊക്കെ ഇടുന്ന ജയിലും കാര്യങ്ങളൊക്കെയാണ്. ഈ ഡിണ്ടുഗൽ ഫോർട്ട് നമുക്കിപ്പം നോക്കിയാൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് സൈഡ് ഒരു മുസ്ലിം പള്ളി. അതാണ് ആ മുസ്ലിം പള്ളി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിണ്ടുഗൽ ഫോർട്ടിൻ്റെ 3 സൈഡും 3 മതവിഭാഗത്തിൻ്റെ ആൾക്കാരുണ്ട്.
അത്രയും ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അവിടെ ഉണ്ടായ ഒരു ഗൈഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഡിണ്ടുകൽ വന്നാൽ പിന്നെ ഡിണ്ടുകൽ ബിരിയാണി കഴിക്കണം. അപ്പം അതെന്തായാലും ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു ഹോട്ടലിൽ തന്നെയാണ് പോയത്. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട്, ഏകദേശം 250-300 റേറ്റ് ഉണ്ട്. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല, കാരണം ഇതിൻ്റെ പകുതി റേറ്റിന് ഞാൻ മൂന്നാറൊക്കെ നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിണ്ടുകലിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ അടുത്ത് പോകുന്നത് തഞ്ചാവൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് തഞ്ചാവൂരിലെ കാഴ്ചകളൊക്കെ അടുത്ത പാർട്ടിൽ കാണാം.